വെൽക്കം ടു മെക്ഫിറ്റ്. കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയ ടോപ്പിക്കിൻ്റെ ബാക്കിയായിട്ടാണ് നമുക്കിത് ചെയ്യാനുള്ളത്. അപ്പം നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് അലോയ് സ്റ്റീലിനെ കുറിച്ചായിരുന്നു. ഓക്കെ, സ്റ്റീലിൻ്റെ കൂടെ വേറെ മെറ്റൽസ് വിനോലിയം, മാംഗനീസ്, ടങ്സ്റ്റൺ എക്സെട്ര അതർ മെറ്റൽസ് മിക്സ് ചെയ്തിട്ടാണ് അലോയ് സ്റ്റീൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ അലോയ് സ്റ്റീലിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ പ്രോപ്പർട്ടീസ് ആയിരിക്കും. ഇപ്പോൾ പ്രധാനമായിട്ട് രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചായിരുന്നു, ലോ അലോയ് സ്റ്റീലും ഹൈ അലോയ് സ്റ്റീലും. ഇതിൽ ലോ അലോയ് സ്റ്റീൽ എന്ന് പറയുന്നത് കാർബണിൻ്റെ കണ്ടൻറ്റ് ആഡ് ചെയ്യുന്ന മെറ്റൽസിനെ കാട്ടി കൂടുതലായിരിക്കും. ഓക്കെ, ഹൈ അലോയ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ കാർബണിൻ്റെ കണ്ടൻറ്റ് അതർ മെറ്റൽസിനെ കാട്ടി കുറവായിരിക്കും. ഇതാണ് പ്രധാനമായിട്ടും ലോ അലോയ് സ്റ്റീലും ഹൈ അലോയ് സ്റ്റീലും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, പിന്നെ ലോ അലോയ് സ്റ്റീൽ ടെൻസൈൽ സ്ട്രെങ്ത് കൂടുതലായിരിക്കും, വെൽഡിങ് ചെയ്യാൻ പറ്റും, ഹാർഡൻഡ് ആണ്, ടെമ്പേർഡ് ആണ്. പിന്നെ എയറോപ്ലെയിൻ്റെ പാർട്സ്, ക്യാം ഷാഫ്റ്റ് എന്നിവയ്ക്കൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഹൈ അലോയ് സ്റ്റീൽ എന്ന് പറയുന്നത് ലോ അലോയ് സ്റ്റീലിനെ കാട്ടി കൂടുതലായിരിക്കും പെർസെൻറ്റേജ് ഓഫ് അതർ മെറ്റൽസ്. ഈ ഹൈ അലോയ് സ്റ്റീലിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമുക്കിനി നോക്കാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹൈ സ്പീഡ് സ്റ്റീലാണ്. ഹൈ സ്പീഡ് സ്റ്റീൽ ഇതിൽ ടങ്സ്റ്റൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ളതുകൊണ്ട് ഇതിനെ ഹൈ ടങ്സ്റ്റൺ അലോയ് സ്റ്റീൽ എന്നും പറയാറുണ്ട്. അപ്പോൾ ഈ ടങ്സ്റ്റൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഇതിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടങ്സ്റ്റൻ നമ്മൾ പഠിച്ചിട്ടുള്ളത് 1841 HSS 1841 എന്നാണ് പഠിച്ചിട്ടുള്ളത്. അതുകൂടാതെ ടങ്സ്റ്റൻ 22 14 ഉള്ള രണ്ട് ടൈപ്പും കൂടെ ഉണ്ടെന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ടങ്സ്റ്റൻ ആഡ് ചെയ്യാൻ നേരത്ത് ഒരു കട്ടിംഗ് ടൂളിനുണ്ടാകുന്ന മാറ്റം എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. ഇപ്പം കട്ടിംഗ് tools are made out of it because it is very hard but becomes soft at low critical temperature. ഒരു കട്ടിംഗ് ടൂൾ എന്ന് പറയുന്നത് ഹാർഡായിരിക്കും, അതിൻ്റെ ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ സോഫ്റ്റ് ആയിട്ട് മാറും. അതായത് നമ്മൾ കട്ടിംഗ് ഓപ്പറേഷൻ നടത്താൻ നേരത്ത് അവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ആ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ നേരത്ത് ഇതിൻ്റെ ഹാർഡ്നെസ് നഷ്ടപ്പെടും, ഹാർഡ്നെസ് കുറയും. അപ്പോൾ അവിടെ കട്ടിംഗ് ആക്ഷൻ നടക്കാതെ വരും. കട്ടിംഗ് ടൂൾ ബിക്കംസ് യൂസ്ലെസ് ആൻഡ് ഈസ് അൺഫിറ്റ് ഫോർ വർക്ക്. അപ്പോൾ ഈ ടങ്സ്റ്റൻ ആഡ് ചെയ്യാൻ നേരത്ത് ഹൈ പെർസെൻറ്റേജ് ഓഫ് ടങ്സ്റ്റൻ ഇറ്റ് കീപ്സ് വർക്കിംഗ് അപ് ടു ഹൈ ടെമ്പറേച്ചർ. അപ്പോൾ ഹൈ ടെമ്പറേച്ചറിലും നമുക്ക് കട്ടിംഗ് ടൂളിന് വർക്ക് ചെയ്യാൻ സാധിക്കും. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കട്ടിംഗ് ടൂൾസ്, ഡ്രിൽസ്, കട്ടേഴ്സ്, റീമേഴ്സ്, ആക്സോ ബ്ലേഡ്സ് എക്സെട്ര. അപ്പോൾ ഇതുകൊണ്ട് ഹൈ സ്പീഡ് സ്റ്റീൽ കൊണ്ട് നമ്മൾ കട്ടിംഗ് ടൂൾസ് ഉണ്ടാക്കും. സിംഗിൾ പോയിന്റ്, മൾട്ടി പോയിന്റ്, ഡ്രിൽസ്, കട്ടേഴ്സ്, റീമേഴ്സ്, ആക്സോ ബ്ലേഡ്. അതായത് നമ്മൾ കട്ടിംഗ് ടൂളിൻ്റെ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു, ഹോട്ട് ഹാർഡ്നെസ് അല്ലെങ്കിൽ റെഡ് ഹാർഡ്നെസ്. ഓക്കെ, അപ്പോൾ ഈ ടങ്സ്റ്റൻ ആഡ് ചെയ്യാൻ നേരത്ത് അതിന് റെഡ് ഹാർഡ്നെസ് കൂടുതലായിരിക്കും. അതായത് ഹയർ ടെമ്പറേച്ചറിൽ അതിന് ഹാർഡ്നെസ് റീറ്റെയിൻ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നിക്കൽ സ്റ്റീലാണ്. നിക്കൽ സ്റ്റീൽ എന്ന് പറയുന്നത് അതിൽ 0.3% കാർബൺ ആയിരിക്കും, 0.25 to 0.35% നിക്കൽ പ്രസൻ്റ് ആയിരിക്കും. ഡ്യൂ ടു നിക്കൽ ഇറ്റ്സ് ടെൻസൈൽ സ്ട്രെങ്ത് ഈസ് ഇൻക്രീസ്, എലാസ്റ്റിക് ലിമിറ്റ്, ഹാർഡ്നെസ് ഇവയൊക്കെ കൂടുതലായിരിക്കും നിക്കൽ ആഡ് ചെയ്യുന്നതുകൊണ്ട്. ഇറ്റ് ഡസ് നോട്ട് ക്യാച്ച് റസ്റ്റ്. അപ്പോൾ നമ്മൾ അലോയ് മെറ്റൽസിൽ നിക്കലിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു, അത് റസ്റ്റിങ്ങും കൊറോഷൻ റെസിസ്റ്റൻ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് കട്ടിംഗ് റെസിസ്റ്റൻസ് ഇൻക്രീസസ് 6 times മോർ ദാൻ ദ പ്ലെയിൻ കാർബൺ ആൻഡ് സ്റ്റീൽ ഡ്യൂ ടു 0.35% നിക്കൽ പ്രസൻറ്റ്. അപ്പോൾ ഇതിൻ്റെ കട്ടിംഗ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 times മോർ ദാൻ പ്ലെയിൻ കാർബൺ അല്ലെങ്കിൽ പ്ലെയിൻ കാർബൺ സ്റ്റീലാണ്, ഡ്യൂ ടു 0.35% നിക്കൽ പ്രസൻറ്റേജ്. ദിസ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് റിവറ്റ്സ്. അപ്പോൾ ഇതെന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നുള്ളത്? റിവറ്റ് ഉണ്ടാക്കാൻ, പൈപ്പ് ഉണ്ടാക്കാൻ, ആക്സിൽ ഷാഫ്റ്റിങ്ങിനൊക്കെ നിക്കൽ സ്റ്റീൽ യൂസ് ചെയ്യും. പിന്നെ പാർട്സ് ഓഫ് ബസ്സസ്, എയറോപ്ലെയിനിലും യൂസ് ചെയ്യും. ബസ്സസിൻ്റെ പാർട്സും എയറോപ്ലെയിൻ്റെ പാർട്സൊക്കെ ഉണ്ടാക്കാനായിട്ട് നിക്കൽ സ്റ്റീൽ യൂസ് ചെയ്യും. പിന്നെ നമ്മൾ ഇൻവാർ സ്റ്റീലിനെ കുറിച്ച് പഠിച്ചായിരുന്നു. അപ്പോൾ അതിൽ സാധാരണ PSC ക്വസ്റ്റ്യനിൽ വരിക 36% നിക്കൽ, 64% അയൺ അല്ലെങ്കിൽ സ്റ്റീൽ എന്നുള്ള രീതിയിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ കൊബാൾട്ടിൻ്റെ കണ്ടൻറ്റ് കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇഫ് 5% ഓഫ് കൊബാൾട്ട് ഈസ് മിക്സ്ഡ് വിത്ത് 30 to 35% നിക്കൽ ഇറ്റ് ബിക്കംസ് ഇൻവാർ സ്റ്റീൽ. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് പ്രിസിഷൻ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ സർവേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്തേക്കണം. ആ വാല്യൂ ചിലപ്പോൾ ഈ രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പോൾ നിക്കൽ സ്റ്റീൽ എന്ന് പറയുന്നത് 0.3% കാർബൺ ആയിരിക്കും അതിനകത്തുള്ളത്, 0.25 to 0.35% നിക്കലായിരിക്കും പ്രസൻ്റ് ആയിട്ടുള്ളത്. ആ നിക്കൽ എന്ന് പറയുന്നത് ടെൻസൈൽ സ്ട്രെങ്ത്, ഇലാസ്റ്റിക് ലിമിറ്റ്, ഹാർഡ്നെസ് ഒക്കെ കൂടുതലായിരിക്കും.
ഇൻക്രീസ് ചെയ്യും. പിന്നെ റസ്റ്റിംഗ് ഉണ്ടാകത്തില്ല. ഇതിൻ്റെ കട്ടിംഗ് എബിലിറ്റി എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ കാർബൺ സ്റ്റീലിനെ അപേക്ഷിച്ച് 6 ടൈംസ് ആയിരിക്കും. പിന്നെ ഇൻവാർ സ്റ്റീലിൻ്റെ കാര്യം നോട്ട് ചെയ്ത് വെച്ചേക്കുക. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വനേഡിയം സ്റ്റീലിനെ കുറിച്ചാണ്. അതിൽ 1.5% ആയിരിക്കും കാർബൺ, 12.5% ടങ്സ്റ്റൺ ഉണ്ടായിരിക്കും, 4.5% ക്രോമിയം ഉണ്ടായിരിക്കും, 5% ആയിരിക്കും വാനേഡിയം ഉള്ളത്, പിന്നെ 5% കൊബാൾട്ട്. അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് വരും, ഇതിൽ 12.5% ടങ്സ്റ്റൺ ഉണ്ടല്ലോ, പിന്നെ അതിനെ വനേഡിയം സ്റ്റീൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മേജർ കണ്ടന്റ് ടങ്സ്റ്റൺ ആണെങ്കിലും ഇതിലെ ചീഫ് അലോയിങ് എലമെന്റ് വനേഡിയം ആണെന്ന് ഓർക്കുക. ഓക്കെ, വനേഡിയം 5% ഉണ്ടെങ്കിലും അതിൻ്റെ പ്രോപ്പർട്ടി ആയിരിക്കും ഈ സ്റ്റീൽ കൂടുതലായിട്ട് കാണിക്കുന്നത്. ഇതിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റ്, ടെൻസൈൽ സ്ട്രെങ്ത്, ഡക്റ്റിലിറ്റി ഒക്കെ കൂടുതലായിരിക്കും. വനേഡിയം ആഡ് ചെയ്യുന്നതുകൊണ്ട് ഇലാസ്റ്റിക് ലിമിറ്റ്, ടെൻസൈൽ സ്ട്രെങ്ത്, ഡക്റ്റിലിറ്റി കൂടുതലായിരിക്കും. പിന്നെ ഇറ്റ് ഹാസ് സ്ട്രെങ്ത് ടു ബിയർ ഷാർപ്പ് ജെർക്ക്. ഇപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ജെർക്ക്, ഒരു വൈബ്രേഷനൊക്കെ ബിയർ ചെയ്യാൻ പറ്റും ഇതിന്. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് ടൂൾ ഉണ്ടാക്കാനായിട്ടാണ്. ക്രോം വനേഡിയം സ്റ്റീൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്താൽ മതി. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മാംഗനീസ് സ്റ്റീലാണ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സ്പെഷ്യൽ ഹൈ അലോയ് സ്റ്റീൽ. ഇതിനെ സ്പെഷ്യൽ ഹൈ അലോയ് സ്റ്റീൽ എന്നാണ് പറയുന്നത്. ഹൈ അലോയ് സ്റ്റീലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ സ്പെഷ്യൽ ഹൈ അലോയ് സ്റ്റീൽ എന്നാണ് മാംഗനീസ് സ്റ്റീലിനെ പറയുന്നതെന്ന് ഓർക്കുക. ഇതിൽ 1.6 to 1.9% മാംഗനീസ് ആയിരിക്കും. ഓക്കെ, 1.6 to 1.9 നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ കാർബണിൻ്റെ പെർസെൻറ്റേജ് കുറവായിരിക്കുമല്ലോ, കാർബണിൻ്റെ പെർസെൻറ്റേജ് കുറവാണ്, 0.4 to 0.5 ആണ്. മാംഗനീസ് സ്റ്റീൽ എന്ന് പറയുന്നത് ഹാർഡ് ആൻഡ് ലെസ്വിയർ ആണ്, ഹാർഡാണ്. അതുകൊണ്ട് തന്നെ ഈ അഗ്രികൾച്ചറൽ ഇക്വിപ്മെൻ്റ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി അവിടെ ടൂളായിട്ടൊക്കെ യൂസ് ചെയ്യും, ബ്ലേഡ്സ്, പ്ലഫിൻ്റെ ഒക്കെ കാര്യം. ഓക്കെ, ഇറ്റ് ഈസ് ഹാർഡ് ആൻഡ് ലെസ്വിയർ, ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ മാഗ്നറ്റിക് എഫക്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല. ഇത് ഗ്രൈൻഡേഴ്സിലും റെയിൽ പോയിൻറ്റ്സിലും ഒക്കെ യൂസ് ചെയ്യും. അപ്പോൾ രണ്ട് കാര്യങ്ങളൊക്കെ കിട്ടി, ഗ്രൈൻഡേഴ്സ്, റെയിൽ പോയിൻറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീലിനെ കുറിച്ചാണ്. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത് അതിൽ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് മേജർ കമ്പോണൻ്റ് ഏതൊക്കെയാണെന്നുള്ളതാണ്. നിക്കൽ, ക്രോമിയം, പിന്നെ അയൺ. ഇതായിരിക്കും PSC ഓപ്ഷൻ. പിന്നെ അതിൻ്റെ പെർസെൻറ്റേജ് എത്രയൊക്കെയാണെന്ന് നോക്കാം. എലോങ് വിത്ത് അയൺ ഇറ്റ് കണ്ടെയ്ൻസ് 0.2 to 0.6 ആണ് കാർബൺ ഉള്ളത്. ഓക്കെ, 12 to 18% ക്രോമിയം ഉണ്ടായിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ചത് 13 ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ 12 to 18% ക്രോമിയം, 8% നിക്കലായിരിക്കും, 2% മൊളിബ്ഡിനം കാണും. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് നൈഫ്സ്, സിസേഴ്സ്, യൂട്ടൻസിൽസ്, പാർട്സ് ഓഫ് എയറോപ്ലെയിൻ, വയേഴ്സ്, പൈപ്പ്സ്, ഗിയേഴ്സ്. ഓക്കെ, സ്റ്റെയിൻലെസ് സ്റ്റീൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കത്തികൾ, പിന്നെ സിസേഴ്സ്, കത്രിക, പിന്നെ വേറെ പാത്രങ്ങൾ, പാർട്സ് ഓഫ് എയറോപ്ലെയിൻ, വയർ, പൈപ്പ്സ്, ഗിയേഴ്സ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ യൂസ് ചെയ്യും. പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പ്രോപ്പർട്ടീസ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോട്ട് ചെയ്ത് വെച്ചത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹൈ കൊറോഷൻ റെസിസ്റ്റൻറ്റ്, ഹയർ ക്രയോജനിക് ടഫ്നെസ്, അതായത് ലോ ടെമ്പറേച്ചറിൽ ടഫ്നെസ് മെയിൻറ്റെയിൻ ചെയ്യും. ഹയർ വർക്ക് ഹാർഡനിങ് റേറ്റ്. ഓക്കെ, പിന്നെ ഹയർ ഹോട്ട് സ്ട്രെങ്ത്, ഹയർ ഡക്റ്റിലിറ്റി, ഹയർ സ്ട്രെങ്ത് ആൻഡ് ഹാർഡ്നെസ്, മോർ അട്രാക്റ്റീവ് അപ്പിയറൻസ്, ലോവർ മെയിൻ്റനൻസ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് PSC ചോദിക്കാറുള്ള ഈ കൊറോഷൻ റെസിസ്റ്റൻ്റ് കാര്യമാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഓക്കെ, സ്റ്റെയിൻ ഉണ്ടാകത്തില്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഓക്കെ, കൊറോഷൻ റെസിസ്റ്റൻറ്റ്. പിന്നെ ഹയർ ക്രയോജനിക് ടഫ്നെസ് നോട്ട് ചെയ്ത് വെച്ചേക്കുക, ഹോട്ട് സ്ട്രെങ്ത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് സിലിക്കൺ സ്റ്റീലാണ്. സിലിക്കൺ സ്റ്റീൽ എന്ന് പറയുന്നത് അതിൽ 14% സിലിക്കൺ ആയിരിക്കും, 14% സിലിക്കൺ. ഇത് ഒരു മൾട്ടിഫറസ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സിലിക്കൺ പല റേഞ്ചുണ്ട്, 0.5 to 1% സിലിക്കൺ ഉണ്ട്, 0.7 to 0.95% മാംഗനീസ് മിക്സ്ചർ യൂസ് ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ വർക്കിനാണ്. അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പല പർപ്പസിനായിട്ടാണ് സിലിക്കൺ സ്റ്റീൽ യൂസ് ചെയ്യുന്നത്, കണ്ടന്റ് ബേസ് ചെയ്ത്. 0.1 to 1% വരുന്നത് നമ്മൾ കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടി യൂസ് ചെയ്യും. പിന്നെ 2.5 to 4% വരുന്നത് ഇലക്ട്രിക് മോട്ടർ, ജനറേറ്റർ, ലാമിനേഷൻസ്. ഇപ്പം സിലിക്കൺ സ്റ്റീലിൻ്റെ സാധാരണ ചോദിക്കാറുള്ളത് ലാമിനേഷൻ ഓഫ് ട്രാൻസ്ഫോമർ, അത് നോട്ട് ചെയ്ത് വെച്ചേക്കുക.
ലാമിനേഷൻ ഓഫ് ട്രാൻസ്ഫോമേഴ്സ്, പിന്നെ ഇലക്ട്രിക് മോട്ടോഴ്സിൻ്റെ മാനുഫാക്ചറിങ്, ജനറേറ്ററിൻ്റെ മാനുഫാക്ചറിങ്. പിന്നെ കെമിക്കൽ ഇൻഡസ്ട്രീസിൽ 14% സിലിക്കണാണ്, മിക്സ്ഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതാണ് അതിനെ മൾട്ടിഫറസ് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ പെർസെൻറ്റേജ് മാറുന്നതനുസരിച്ച് അതിൻ്റെ യൂസേജ് മാറും. അതായത് 0.1 to 1% സിലിക്കണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ കൺസ്ട്രക്ഷൻ വർക്കിനായിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. സിലിക്കൺ സ്റ്റീൽ 2.5 to 4% ആണെങ്കിൽ ഇലക്ട്രിക് മോട്ടോർ മാനുഫാക്ചർ ചെയ്യാൻ, ജനറേറ്റർ, പിന്നെ ട്രാൻസ്ഫോമറിൻ്റെ ലാമിനേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഓർക്കുക. പിന്നെ 14% ആണെങ്കിൽ കെമിക്കൽ ഇൻഡസ്ട്രീസ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കൊബാൾട്ട് സ്റ്റീലാണ്. ഹൈ കാർബൺ സ്റ്റീൽ കണ്ടെയ്ൻസ് 5 to 35% കൊബാൾട്ട്. അപ്പോൾ ഇതിലെന്ന് പറയുന്നത് 5 to 35% കൊബാൾട്ട് ആയിരിക്കും. ടഫ്നെസ് ടെനാസിറ്റിയും ഹൈ ആയിരിക്കും. അപ്പം ടഫ്നെസ്സും ടെനാസിറ്റിയും നമ്മൾ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതറിയാത്തൊരു കഴിഞ്ഞ വീഡിയോ ഒന്ന് നോക്കിയാൽ മതി. ഇറ്റ് ഹാസ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ദെയർഫോർ ഇസ് യൂസ്ഡ് ഫോർ പെർമനന്റ് മാഗ്നറ്റ്. ഇതാണ് PSC ക്വസ്റ്റ്യൻ വരുന്നത്. കൊബാൾട്ട് സ്റ്റീൽ. നിക്കൽ നമ്മൾ പെർമനന്റ് മാഗ്നറ്റ് യൂസ് ചെയ്യാൻ നിക്കലിൻ്റെ അലോയ് യൂസ് ചെയ്യും, പക്ഷേ കൊബാൾട്ട് സ്റ്റീൽ ആയിരിക്കും PSC ആൻസർ. കൊബാൾട്ട് സ്റ്റീൽ പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അലോയ് സ്റ്റീലിൽ നിന്ന് നമുക്ക് നോക്കാനുള്ളത്. ഇനി കുറച്ച് കമ്പാരിസൺ ആണ്. ഇപ്പോൾ ഒരു ഫെറസ് മെറ്റൽസ് എടുക്കാൻ നേരത്തുള്ള അതിൻ്റെ കമ്പാരിസൺ ആണ്. ഇപ്പോൾ ഫെറസിൽ അയൺ ആയിരിക്കും കണ്ടന്റ്. ഓക്കെ, നോൺ ഫെറസിൽ അയൺ കണ്ടന്റ് മിസ്സിംഗ് ആയിരിക്കും. മെൽറ്റിംഗ് പോയിന്റ് ഫെറസ് മെറ്റൽസിന് കൂടുതലായിരിക്കും, മെൽറ്റിംഗ് പോയിന്റ് നോൺ ഫെറസ് കുറവായിരിക്കും ഫെറസിനെ അപേക്ഷിച്ച്. പിന്നെ ഇതിന് ബ്രൗണും ബ്ലാക്ക് കളറായിരിക്കും ഫെറസ് മെറ്റൽസിന് വരിക. ഇത് ഡിഫറെൻറ്റ് കളറിൽ അവൈലബിൾ ആയിരിക്കും. ഇത് പെട്ടെന്ന് തുരുമ്പ് പിടിക്കും. ഇത് ഡസ് നോട്ട് ക്യാച്ച് റസ്റ്റ്. ഓക്കെ, ഇതിന് മാഗ്നറ്റൈസേഷൻ ഉണ്ട്. നോൺ ഫെറസിൻ്റെ പ്രത്യേകത ഇത് മാഗ്നറ്റൈസ് ചെയ്യത്തില്ല. ഓക്കെ, പിന്നെ ഇത് കോൾഡ് സ്റ്റേറ്റിൽ ബ്രിട്ടിലായിരിക്കും ഫെറസ് മെറ്റൽസ്. ഇത് ഹോട്ട് സ്റ്റേറ്റിൽ ചൂടാക്കുമ്പോഴായിരിക്കും ഇത് ബ്രിട്ടിലാകുക. അപ്പോൾ ഫെറസും നോൺ ഫെറസും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, ഒന്ന് വായിച്ചിട്ട് പോയാൽ മതി. പിന്നെ കാസ്റ്റ് അയണും സ്റ്റീലും തമ്മിലുള്ള പ്രധാന ഡിഫറൻസ് എന്ന് പറയുന്നത് കാസ്റ്റ് അയണിൽ 2 to 4% ആണ്. ഓക്കെ, കാർബൺ കണ്ടന്റ്. അപ്പോൾ അവിടെ കാർബൺ കണ്ടന്റ് ഹൈ ആയിരിക്കും. സ്റ്റീലിൽ നമ്മൾ പറയുന്നത് ഒരു 0.15 to 1.5 അല്ലെ 1.7 അതുവരെയുള്ള നമ്മൾ സ്റ്റീലായിട്ട് കണക്കാക്കുക. ഓക്കെ, കാർബൺ കണ്ടന്റ് അവിടെ ലെസ് ആണ് കാസ്റ്റ് അയൺ അപേക്ഷിച്ച്. പിന്നെ കാർബൺ എന്ന് പറയുന്നത് കാസ്റ്റ് അയണിൽ ഫ്രീ സ്റ്റേറ്റിലായിരിക്കും. ഇവിടെ കാർബൺ എന്ന് പറയുന്നത് മിക്സ്ഡ് ആയിരിക്കും സ്റ്റീലിൽ. മെൽറ്റിംഗ് പോയിന്റ് കാസ്റ്റ് അയണിൽ കുറവായിരിക്കും. അതായത് കാർബൺ കണ്ടന്റ് കൂടാൻ നേരത്ത് മെൽറ്റിംഗ് പോയിന്റ് കുറയും. മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റീലിന് ഹൈ ആയിരിക്കും. അപ്പോൾ ഇറ്റ് കാനോട്ട് ബി മാഗ്നറ്റൈസ്ഡ്. കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് മാഗ്നറ്റൈസ് ചെയ്യത്തില്ല, സ്റ്റീൽ എന്ന് പറയുന്നത് മാഗ്നറ്റൈസ്ഡ് ചെയ്യും. ബിക്കോസ് ഇറ്റ് ഈസ് ബ്രിറ്റിൽ ഇറ്റ് കാനോട്ട് ബി ഫോർജ്ഡ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇത് ബ്രിറ്റിൽ ആയതുകൊണ്ട് ഇതിനെ ഫോർജ് ചെയ്യാൻ പറ്റത്തില്ല. സ്റ്റീൽ നമുക്ക് ഫോർജിങ് ഓപ്പറേഷന് പറ്റും. ഇറ്റ് റസ്റ്റ് വിത്ത് ഡിഫിക്കൽറ്റി, ഇറ്റ് റസ്റ്റ് ക്വിക്ലി. ഇത് പെട്ടെന്ന് തുരുമ്പ് പിടിക്കും. ഇറ്റ് കാനോട്ട് ബി വെൽഡഡ്. ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാനുള്ള 2 പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഒന്ന്, കാസ്റ്റ് അയൺ ഫോർജ് ചെയ്യാൻ പറ്റില്ല, പിന്നെ വെൽഡ് ചെയ്യാൻ പറ്റത്തില്ല. അതിൽ ഗ്രേ കാസ്റ്റ് അയൺ നമുക്ക് വെൽഡ് ചെയ്യാൻ പറ്റും, പിന്നെ സ്റ്റീലിൻ്റെ എല്ലാ ടൈപ്പും വെൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ആ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചാൽ മതി. മെറ്റൽസിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ലോ ആയിരിക്കും എന്ന് ഓർക്കുക. ഓക്കെ, മെറ്റൽസ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറവാണെന്നുള്ള കാര്യം ഓർത്താൽ മതി. ഇനി നമുക്ക് നോക്കാനുള്ളത് അയണിൻ്റെയും സ്റ്റീലിൻ്റെയും ഡിഫറൻസ് ആണ്. ഓക്കെ, ഇത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അയണിൻ്റെയും സ്റ്റീലിൻ്റെയും ഡിഫറൻസ്, അയൺ എന്ന് പറയുന്നത് പ്യുവർ സബ്സ്റ്റൻസ് ആണ്. സ്റ്റീൽ എന്ന് പറയുന്നത് അയണും കാർബണും കൂടെ ചേർന്ന മിക്സ്ചറാണ്. ഓക്കെ, പിന്നെ അയണിൻ്റെ ടൈപ്സിൽ വരുന്നതാണ് കാസ്റ്റ് അയൺ, റോട്ട് അയൺ ആൻഡ് സ്റ്റീൽ. സ്റ്റീലിൻ്റെ ടൈപ്സിൽ വരുന്നതാണ് കാർബൺ സ്റ്റീലും അലോയ് സ്റ്റീലും. പിന്നെ അയൺ എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ റസ്റ്റിങ് സംഭവിക്കും, ഓക്സിഡേഷൻ സംഭവിച്ചിട്ട്. ഇതിൽ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് നമ്മൾ ആഡ് ചെയ്യുന്നതുകൊണ്ട് റസ്റ്റിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നിക്കലും ക്രോമിയവും അതും പിന്നെ സിങ്ക് ഒക്കെ കോട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സ്റ്റീലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അയണിൻ്റെ സർഫസ് എന്ന് പറയുന്നത് റസ്റ്റി ആയിരിക്കും, സ്റ്റീലിൻ്റെ സർഫസ് എന്ന് പറയുന്നത് ഷൈനി ആയിരിക്കും. അയൺ
പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് ബിൽഡിങ്, ടൂൾസ് ആൻഡ് ഓട്ടോമൊബൈൽസ് ആണ്. ഇത് ബിൽഡിങ്സ്, കാർസ്, റെയിൽവേസ്, ഓട്ടോമൊബൈൽസിലൊക്കെ യൂസ് ചെയ്യും. അയൺ എന്ന് പറയുന്നത് അവൈലബിൾ ഇൻ നേച്ചറാണ്. ഓക്കെ, ഇതെന്ന് സ്റ്റീൽ എന്ന് പറയുന്നത് നമ്മൾ ആ അയണിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ഈ കാസ്റ്റ് അയൺ, മൈൽഡ് സ്റ്റീൽ അതിൻ്റെ കമ്പാരിസൺ ആണ്. ഒരു കാസ്റ്റ് അയൻ്റെ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ കമ്പോസിഷൻ, കാർബൺ കണ്ടന്റ് എന്ന് പറയുന്നത് 2 to 4.5% വരെയാണ്, അല്ലെങ്കിൽ 2 to 4% വരെയാണ്. മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്നത് 0.1 to 0.25% ആണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റീൽ എന്ന് പറയുന്നത് 0.5 to 1.7% വരെയാണ് സ്റ്റീലിൻ്റെ കണ്ടന്റ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സ്ട്രെങ്ത്, കാസ്റ്റ് അയന് കംപ്രസീവ് സ്ട്രെങ്ത് കൂടുതലായിരിക്കും. ഓക്കെ, ടെൻസൈൽ സ്ട്രെങ്ത് കുറവായിരിക്കും, അതുപോലെ തന്നെ ഷിയറിംഗ് സ്ട്രെങ്തും പുവർ ആയിരിക്കും. മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്നത് കംപ്രസീവ് സ്ട്രെങ്ത് മോഡറേറ്റ് ഉണ്ടായിരിക്കും, ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് മോഡറേറ്റ് ആയിരിക്കും, ഷിയറിംഗ് സ്ട്രെങ്ത് ഹൈ ആയിരിക്കും. സ്റ്റീൽ എന്ന് പറയുന്നത് ഹൈ കംപ്രസീവ് സ്ട്രെങ്തും കാണും, ഹൈ ടെൻസൈൽ സ്ട്രെങ്തും കാണും, ഹൈ ഷിയറിംഗ് സ്ട്രെങ്തും കാണും. എല്ലാം സ്റ്റീലിന് ഹൈ ആണെന്ന് ഓർക്കുക. പിന്നെ മാലിയബിലിറ്റി, കാസ്റ്റ് അയൺ ബ്രിട്ടിൽ ആയതുകൊണ്ട് തന്നെ അതിനെ അടിച്ച് പരത്താൻ പറ്റില്ല. ഓക്കെ, പുവർ ആണ്. അതുപോലെ തന്നെ ഡക്റ്റിലിറ്റിയും പുവർ ആണ്. മൈൽഡ് സ്റ്റീൽ ഹൈ ആണ്, ഡക്റ്റിലിറ്റി ഹൈ ആണ്. സ്റ്റീലും അതേപോലെ തന്നെ ഹൈ ആണ് രണ്ടും. ഓക്കെ, പിന്നെ ഹാർഡ്നെസ്സിൻ്റെ കേസ്, മോഡറേറ്റ്ലി ഹാർഡ് ക്യാൻ ബി ഹാർഡൻഡ് ബൈ ഹീറ്റിംഗ് ടു ഹാർഡനിങ് ടെമ്പറേച്ചർ ആൻഡ് കൊഞ്ചിങ്. അപ്പോൾ ഈ കാസ്റ്റ് അയനെ നമുക്ക് ഹാർഡാക്കാം, മോഡറേറ്റ്ലി ഹാർഡാക്കാം, ഹാർഡനിങ്ങും ടെമ്പറിങ്ങും പിന്നെ കൊഞ്ചിങ്ങും ചെയ്തിട്ട്. ഓക്കെ, മൈൽഡ് സ്റ്റീലിന് ഹാർഡ്നെസ് മൈൽഡ് ആയിരിക്കും, സ്റ്റീലിന് അത് ഹാർഡായിരിക്കും. പിന്നെ ടഫ്നെസ്സിൻ്റെ പ്രോപ്പർട്ടി കാണിക്കുന്നത് പുവറായിട്ടാണ് കാസ്റ്റ് അയൺ കാണിക്കുന്നത്. മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്നത് വെരി ടഫാണ്. സ്റ്റീലിൻ്റെ ടഫ്നെസ് എന്ന് പറയുന്നത് ആ കാർബൺ കണ്ടന്റ് അനുസരിച്ച് വേരി ചെയ്യും. പിന്നെ കാസ്റ്റ് അയൺ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ബ്രിട്ടിലാണ്, മൈൽഡ് സ്റ്റീൽ മാലിബിൾ ആണ്, സ്റ്റീലും മാലിബിൾ ആണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് നേരത്തെ നമ്മൾ നോട്ട് ചെയ്ത പോയിന്റ് തന്നെയാണിത്, ക്യാനോട്ട് ബി ഫോർജ്ഡ്, ഫോർജ് ചെയ്യാൻ പറ്റത്തില്ല ബ്രിട്ടിലായതുകൊണ്ട്. ഓക്കെ, കാസ്റ്റ് അയൺ ക്യാൻ ബി ഫോർജ്ഡ്, മൈൽഡ് സ്റ്റീൽ നമുക്ക് ഫോർജ് ചെയ്യാം, സ്റ്റീലും അതേപോലെ തന്നെ ഫോർജ് ചെയ്യാം. പിന്നെ വെൽഡബിലിറ്റി, ക്യാനോട്ട് ബി വെൽഡഡ് വിത്ത് ഡിഫിക്കൽട്ടി. ഓക്കെ, ഈ കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് വെൽഡ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. അതിൽ തന്നെ നമ്മൾ ഗ്രേ കാസ്റ്റ് അയൺ വെൽഡ് ചെയ്യാറുണ്ട്, പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണെന്ന് ഓർക്കുക. പിന്നെ മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് വെൽഡ് ചെയ്യാം. ഓക്കെ, മൈൽഡ് സ്റ്റീൽ നമുക്ക് ഈസി ആയിട്ട് വെൽഡ് ചെയ്യാം, സ്റ്റീൽ നമുക്ക് ക്യാൻ ബി വെൽഡഡ് ആണ്. പിന്നെ കാസ്റ്റിങ്, ഇത് കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് നമുക്ക് ഈസിലി കാസ്റ്റ് ചെയ്യാം. ഓക്കെ, ഈസിലി കാസ്റ്റ്. പിന്നെ മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്നത് കാസ്റ്റ് ചെയ്യാം, പക്ഷേ ഈസി ആയിട്ടായിരിക്കത്തില്ല. സ്റ്റീൽ നമുക്ക് കാസ്റ്റ് ചെയ്യാം, സ്റ്റീലിനും കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്, കാസ്റ്റ് അയൺ പോലെയല്ല സ്റ്റീല്, പക്ഷെ നമുക്ക് കാസ്റ്റ് ചെയ്യാന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇലാസ്റ്റിസിറ്റി, ബ്രിട്ടിൽനെസ് കൂടുതലായതുകൊണ്ട് തന്നെ പുവർ ആണ്. മൈൽഡ് സ്റ്റീലിന് ഹൈ ആണ്, സ്റ്റീലിനും ഹൈ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫെറസ് ആൻഡ് നോൺ ഫെറസ്, പിന്നെ കാസ്റ്റ് അയൺ, സ്റ്റീൽ ടൈപ്സ്, അതിൽ നിന്നൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. നെക്സ്റ്റ് നമ്മൾ ഡീൽ ചെയ്യുന്നത് ഹാർഡ്നെസ് ടെസ്റ്റും ഇമ്പാക്റ്റ് ടെസ്റ്റും ആണ്. ദ ഹാർഡ്നെസ് ടെസ്റ്റ് ഓഫ് എ മെറ്റീരിയൽ ഈസ് ജനറലി പെർഫോംഡ് ടു നോ ഇറ്റ്സ് റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ഇൻഡന്റേഷൻ. അപ്പോൾ ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ഇൻഡന്റേഷൻ, റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ഇൻഡന്റേഷൻ അല്ലെങ്കിൽ പെനട്രേഷൻ ബൈ ഹാർഡർ ബോഡീസ്. ഓക്കെ, അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹാർഡ്നെസ് ടെസ്റ്റുകൾ. അപ്പോൾ ഇതിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഓരോ പേരുകൾ തരും, ഇത് ഹാർഡ്നെസ് ടെസ്റ്റ് ആണോ, ഇമ്പാക്ട് ടെസ്റ്റ് ആണോ, ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്രിനൽ ഹാർഡ്നെസ് ടെസ്റ്റ് ആണ്. ബ്രിനൽ ഹാർഡ്നെസ് ടെസ്റ്റ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഫോർ ഡിറ്റർമിനിങ് ഹാർഡ്നെസ് ഓഫ് മെറ്റാലിക് മെറ്റീരിയൽ സച്ച് ആസ് കാസ്റ്റ് അയൺ, സ്റ്റീൽ ആൻഡ് അലൂമിനിയം. ദിസ് ടെസ്റ്റ് കൺസിസ്റ്റ് ഇൻ ഫോഴ്സിങ് എ ഹാർഡൻഡ് സ്റ്റീൽ ബോൾ. ഇപ്പോൾ ഇവിടെ എന്ന് പറയുന്ന ഒരു ഹാർഡൻഡ് സ്റ്റീൽ ബോൾ ആണ് യൂസ് ചെയ്തതെന്ന് ഓർക്കുക. ഡയമീറ്റർ എന്ന് പറയുന്നത്, ആ സ്റ്റീൽ ബോളിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഡി ആണ്. അണ്ടർ എ ലോഡ് പി ഇൻറ്റു ദ ടെസ്റ്റ് പീസ്. ഓക്കെ, സ്പെസിമിൻ ഈസ് പ്ലേസ്ഡ് ഓൺ ദ ആൻവിൽ. സ്പെസിമിൻ എന്ന് പറയുന്നത് ഒരു ആൻവിലിൽ പ്ലേസ് ചെയ്യും, എന്നിട്ട് ഹാൻഡ് വീൽ റൊട്ടേറ്റ് ചെയ്യും, സോ ദാറ്റ് ദ സ്പെസിമിൻ അലോങ് വിത്ത് ദ ആൻവിൽ മൂവ്സ് അപ്പ് ആൻഡ് കോണ്ടാക്ട് വിത്ത് ദ ബോൾ.
എന്നിട്ട് ബോളുമായിട്ട് കോണ്ടാക്റ്റിൽ വരും. അപ്പോൾ ആദ്യം നമുക്ക് ആ ഫിഗർ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, ഇതാണ് ബ്രിണൽ ഹാർഡ്നെസ് ടെസ്റ്റിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഇതിലെന്ന് പറയുന്നത് ഈ കാണുന്ന ടെസ്റ്റ് പീസാണ്. ഇതാണ് നമ്മളെ ബോൾ ഇൻഡൻറ്റർ. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഹാൻഡ് വീലാണ്. ഇതാണ് എലിവേറ്റിംഗ് സ്ക്രൂ. ഈ ഹാൻഡ് വീല് തിരിച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റ് പീസിനെ ഈ ബോൾ ഇൻഡൻറ്ററിൽ മുട്ടിക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യും. ഒരു 10 to 15 സെക്കൻഡ് ആയിരിക്കും ഈ ലോഡ് ആ ടെസ്റ്റ് പീസിൽ. ആ ബോൾ വന്ന് ആദ്യത്തെ പൊസിഷൻ എന്ന് പറയുന്നത് ഇതാണ്. അതിനുശേഷം ഇവിടെ ഒരു ഇൻഡൻറ്റേഷൻ മാർക്ക് വരും. ഓക്കെ, ഒരു 10 to 15 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം അവിടെ ഉണ്ടാകുന്ന ആ ലോഡ് അപ്ലൈ ചെയ്ത ലോഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കും. ഓക്കെ, അതിനുശേഷം എത്രയാണ് ആ മെറ്റീരിയലിൻ്റെ ഹാർഡ്നെസ് എന്നുള്ളത് നമ്മളൊരു നമ്പറായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ബോളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഡി ആണ്. പി എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടെസ്റ്റ് പീസിൽ അപ്ലൈ ചെയ്യുന്ന ലോഡാണ്. ഈ സ്പെസിമെൻ എന്ന് പറയുന്നത് ആൻവിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുന്നത് ഇതുപോലുള്ള ചെറിയ പോയിന്റ് ആയിരിക്കാം. ആൻവിലാണ് ടെസ്റ്റ് പീസ് പ്ലേസ് ചെയ്യുന്നത്. ആ ഹാൻഡ് വീൽ റൊട്ടേറ്റ് ചെയ്യുന്നു. എന്നിട്ട് സ്പെസിമെൻ അലോങ് വിത്ത് ദ ആൻവിൽ മൂവ്സ് അപ്പ് ആൻഡ് കോണ്ടാക്ട്സ് വിത്ത് ദ ബോൾ. ദ ഡിസൈഡ് ലോഡ് ഈസ് അപ്ലൈഡ് മെക്കാനിക്കലി ഓർ ഹൈഡ്രോളിക്കലി. ദ ലോഡ് ഈസ് മെയിൻറ്റൈൻഡ് ഫോർ 10 to 15 സെക്കൻഡ്. അപ്പോൾ അത് ആ ലോഡ് എന്ന് പറയുന്നത് 10 to 15 സെക്കൻഡ്സ് നമ്മളവിടെ മെയിൻറ്റെയിൻ ചെയ്യും. എന്നിട്ട് ഈ ഡയമീറ്റർ ഓഫ് ദ ഇംപ്രഷൻ മെയ്ഡ് ഓൺ ദ ടെസ്റ്റ് പീസ് ഡി. ടെസ്റ്റ് പീസിൽ ഇതുപോലെ ഒരു ഇംപ്രഷൻ ഉണ്ടാകും. ഇതാണ് നമ്മുടെ ബോൾ ഇൻഡൻറ്റർ. ഇതെന്ന് പറയുന്നത് നമ്മുടെ ടെസ്റ്റ് പീസിൽ ഉണ്ടാക്കിയ ഇംപ്രഷനാണ് ഈ കാണുന്നത്. ഓക്കെ, ഈസ് മെഷേർഡ് ബൈ മീൻസ് ഓഫ് എ മൈക്രോസ്കോപ്പ്. ഓക്കെ, വേണമെങ്കിൽ മൈക്രോസ്കോപ്പ് വെച്ചിട്ടാണ് നമ്മൾ ആ മെഷർ ചെയ്യുന്നത്. ഈ ബ്രിണൽ ഹാർഡ്നെസ് നമ്പർ ഒബ്റ്റെയിൻ ചെയ്യുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ആ ബോളിലുള്ള ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ഇൻഡൻറ്റേഷൻ. ലോഡ് ബൈ ഏരിയ, സ്ട്രെസ്സിൻ്റെ അതേ ഇക്വേഷൻ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ലോഡ് ഓൺ ദ ബോൾ ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ഇൻഡൻറ്റേഷൻ ആണ്. ഈ ഇക്വേഷൻ പഠിക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. പി എന്ന് പറയുന്ന ലോഡാണ്. ഏരിയ ഓഫ് ഇൻഡൻറ്റേഷൻ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ഇക്വേഷനാണ് പൈ ഡി ബൈ 2 ഡി മൈനസ് റൂട്ട് ഓഫ് ഡി സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. അതിൽ ആ ഡി, ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് ആ ബോളിൻ്റെ ഡയമീറ്റർ ആണ്. സ്മോൾ ഡി എന്ന് പറയുന്നത് ഇംപ്രഷനാണ്. അത് രണ്ടും MM-ലാണ്. ലോഡെന്ന് പി എന്ന് പറയുന്നത് കിലോഗ്രാം ഫോഴ്സിൽ ലോഡ് അപ്ലൈ ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, പിന്നെ ഡയമീറ്റർ ഓഫ് ബോൾ ഇൻഡൻറ്റർ ഈസ് ജനറലി 10 mm. അപ്പോൾ ഡയമീറ്റർ ഓഫ് ബോൾ ഇൻഡൻറ്റർ എന്ന് പറയുന്നത് ജനറലി 10 mm ആണ്. ഓക്കെ, ഫോർ ടെസ്റ്റിംഗ് ഹാർഡർ സ്റ്റീൽ ടങ്സ്റ്റൻ കാർബൈഡ് ബോൾസ് ആർ വൈഡ്ലി യൂസ്. ഇപ്പോൾ ഒരു ഹാർഡർ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ളതെന്നുണ്ടെങ്കിൽ അവിടെ ടങ്സ്റ്റൻ കാർബൈഡ് ബോൾ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ദ അപ്ലൈഡ് ലോഡ് പി വേരീസ് വിത്ത് മെറ്റൽസ് ആൻഡ് ക്യാൻ ബി ഫൗണ്ട് യൂസിങ് ദ റിലേഷൻ. ഇപ്പം P/D² എന്ന് പറഞ്ഞൊരു റിലേഷൻ ഉണ്ട്. ഓക്കെ, അതിൽ 30 ആയിരിക്കും സ്റ്റീലിന് വരുന്നത്. 10 എന്ന് പറയുന്ന കുറച്ചും കൂടെ, കോപ്പർ എന്ന് പറയുന്ന സ്റ്റീലിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ സോഫ്റ്റ് ആണ്. ഇപ്പോൾ 10 ആണ് കോപ്പറിന് വരുന്നത്. അലൂമിനിയം എന്ന് പറയുന്ന ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ 5 മതിയായിരിക്കും അവിടെ. ഓക്കെ, അപ്പോൾ ആ വാല്യൂസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇവിടെ ബോൾ ഇൻഡൻറ്റർ ആണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. പിന്നെ എങ്ങനെയാണ് ആ ടെസ്റ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഫ്രം ദ എബോവ് റിലേഷൻ ഫോർ സ്റ്റീൽ ആൻഡ് കാസ്റ്റ് അയൺ P is equal to, ഇപ്പം സ്റ്റീലിനും കാസ്റ്റ് അയണും നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നത് 3000 കിലോഗ്രാം ഫോഴ്സ് ആണ്. ദ ടെസ്റ്റ് സർഫസ് ഷുഡ് ബി ഫ്രീ ഫ്രം ഓക്സൈഡ് ഫിലിമെന്റ്. തിക്നെസ് ഓഫ് ദ ടെസ്റ്റ് പീസ് ഷുഡ് ഓൾവേസ് മോർ ദാൻ 8 times ദ ഡെപ്ത് ഓഫ് പെൻട്രേഷൻ. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെയുള്ള വാല്യൂസ് ആണ് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാനുള്ളത്. ഓൾവേസ് മോർ ദാൻ 8 times ദ ഡെപ്ത് ഓഫ് പെൻട്രേഷൻ. ഡെപ്ത് ഓഫ് പെൻട്രേഷനെ കാട്ടി 8 times കൂടുതലായിരിക്കണം തിക്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഫിഗർ എന്ന് പറയുന്നത് ബ്രിണൽ ഹാർഡ്നെസ് ടെസ്റ്റിംഗ് മെഷീൻ്റെ ഫിഗറാണ്. നേരത്തെ നമ്മൾ നോക്കിയതാണ്. ദ ടെസ്റ്റ് ഈസ് നോട്ട് റെക്കമെൻഡഡ് ഫോർ വെരി ഹാർഡ് മെറ്റൽസ് ഹാവിംഗ് ബ്രിണൽ ഹാർഡ്നെസ് നമ്പർ എബോവ് 630. അപ്പോൾ ബ്രിണൽ ഹാർഡ്നെസ് നമ്പർ എബോവ് 630 ആയിട്ടുള്ള മെറ്റൽസിന് നമ്മൾ ഈ ബ്രിണൽ ഹാർഡ്നെസ് ടെസ്റ്റിംഗ് മെഷീൻ യൂസ് ചെയ്യത്തില്ല. ഓക്കെ, ബിക്കോസ് ദ ഇൻഡൻറ്റിംഗ് ബോൾ ടെൻസ് ടു ഫ്ലാറ്റൻ ആൻഡ് ദസ് മേക്സ് എറർ ഇൻ ഹാർഡ്നെസ് നമ്പർ. അപ്പോൾ അത് ഫ്ലാറ്റൻ ആകാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ ഒരു എറർ സംഭവിക്കും. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് വിക്കേഴ്സ് ഹാർഡ്നെസ് ടെസ്റ്റ് ആണ്. ഈ വിക്കേഴ്സ് ഹാർഡ്നെസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ബ്രിണൽ ഹാർഡ്നെസ് ടെസ്റ്റ് പോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ എന്ന് പറയുന്ന ഒരു ഡയമണ്ട് സ്ക്വയർ ബേസ്ഡ് പിരമിഡ് ഇൻഡന്റർ ആണ് യൂസ് ചെയ്യുന്നത്. ബോളിന് പകരം നോട്ട് ചെയ്ത് വെച്ചേക്കുക, ഡയമണ്ട് സ്ക്വയർ ബേസ്ഡ് പിരമിഡ് ഇൻഡന്റർ ആണ്. അതിന്റെ ഓപ്പോസിറ്റ് ഫേസസ് തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 136 ആണ്. ഈ 2 പോയിന്റ് ആണ് വിക്കേഴ്സ് ഹാർഡ്നെസ് ടെസ്റ്റിൽ മെയിൻലി നോട്ട് ചെയ്യാനുള്ളത്. ടെസ്റ്റ് പ്രൊസീജിയർ is similar to Brinell hardness test and the same machine can be used for both tests, but here the test makes the use of diamond square based pyramid indenter with 136 angle between the opposite faces. The load range variable from 5 to 120 kilogram force in steps of 5 kgf. അതായത് ഇവിടെ ലോഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ 5, 10, 15 അപ് ടു 120 കിലോഗ്രാം ഫോഴ്സ് ആണ്. ഈ സ്റ്റെപ്സ് ഓഫ് 5 kgf എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാണ്. 5 കഴിഞ്ഞാൽ പിന്നെ 10 ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്, പിന്നെ 15, ആ രീതിയിൽ 5ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടായിരിക്കും ലോഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ദ ടെസ്റ്റ് ഈസ് പെർഫോംഡ് ബൈ പ്ലേസിംഗ് ദ സ്പെസിമിൻ ഓൺ ദ ആൻവിൽ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആൻവിലിൽ തന്നെയാണ് പ്ലേസ് ചെയ്യുന്നത്. ആൻഡ് റൈസിംഗ് ടിൽ ഇറ്റ് ഈസ് ക്ലോസ് ടു ദ ഇൻഡന്റർ പോയിന്റ്. ആ ഇൻഡന്റർ പോയിന്റിൽ ക്ലോസ് ആവുന്നത് വരെ നമ്മളത് റൈസ് ചെയ്യും. ലോഡ് ഈസ് ദെൻ ഗ്രാജുവലി അപ്ലൈ ടു ദ ഇൻഡന്റർ. പിന്നെ നമ്മൾ ആ ഇൻഡന്ററിൽ ലോഡ് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ റിമൂവ്ഡ്. ദ ഡയഗണൽ ഓഫ് ദ സ്ക്വയർ ഇൻഡന്റേഷൻ ഈസ് ദെൻ മെഷേർഡ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നേരത്തെ എന്ന് പറഞ്ഞ ഒരു ബോളിന്റെ ഇൻഡന്റേഷൻ ആയിരുന്നു വരുന്നത്. ഇവിടെ എന്ന് പറയുന്നത് ആ ഡയമണ്ട് പോയിന്റിന്റെ ഒരു ഇൻഡന്റേഷൻ ആണ്. അതിന്റെ ഡയഗണലാണ് നമ്മളിവിടെ മെഷർ ചെയ്യുന്നത്. വിക്കേഴ്സ് ഹാർഡ്നെസ് നമ്പർ ഈസ് ഒബ്റ്റൈൻഡ് മാത്തമാറ്റിക്കലി ഫ്രം ദ റിലേഷൻ. അപ്പം ഇക്വേഷൻ ഒന്നും നിങ്ങൾ പഠിക്കണമെന്നില്ല, ജസ്റ്റ് അതെങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കി വെക്കുക. പിന്നെ ആംഗിള്, ആ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. വിക്കേഴ്സ് ഹാർഡ്നെസ് നമ്പർ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷനാണ് 2p sin theta by 2 divided by d square. ഓക്കെ, ഇതിൽ ഈ തീറ്റ എന്ന് പറയുന്നത് ആ പിരമിഡിന്റെ ഓപ്പോസിറ്റ് ഫേസസ്, അതായത് ഈ ഫേസും ഈ ഫേസും, ഓക്കെ, അതിനിടക്ക് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ, 136 ഡിഗ്രി. പിന്നെ ലോഡ് അപ്ലൈഡ് എന്ന് പറയുന്നത് പി ആണ്. പിന്നെ ഇവിടുത്തെ ഡി എന്ന് പറയുന്നത്, നേരത്തെ ഡി എന്ന് പറയുന്ന ഇൻഡന്റേഷന്റെ ഡയമീറ്റർ ആയിരുന്നു. ഇവിടുത്തെ ഡി എന്ന് പറയുന്ന ഈ ഡയഗണൽസ് ഉണ്ടല്ലോ, നമ്മൾ ആ ഇൻഡന്റേഷൻ കൊടുക്കാൻ നേരത്തെ അവിടെ ഉണ്ടാകുന്ന ആ ഡയഗണലിന്റെ ലെങ്ത് ആണ്. പിന്നെ ഈ ഇക്വേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചു വെക്കാം, സിമ്പിളാണ്. 1.854 p ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങളാണ്. ഇപ്പം വിക്കേഴ്സ് ഹാർഡ്നെസ് ടെസ്റ്റിൽ നമ്മൾ നോക്കുന്നത് ഒരു ഡയമണ്ട് പിരമിഡ് ഇൻഡന്റർ ആണ് യൂസ് ചെയ്ത് നോക്കുക. അതിന്റെ ആംഗിൾ എന്ന് പറയുന്നത് 136 ആണെന്ന് ഓർക്കുക. പിന്നെ ഇൻഡന്റേഷനിൽ നമ്മൾ ആ ഡയഗണൽ, ആ സ്ക്വയറിന്റെ ഡയഗണലാണ് മെഷർ ചെയ്യുന്നതെന്ന് ഓർക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റ് ആണ്. റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റ് ഇസ് ബേസ്ഡ് ഓൺ ഇൻഡന്റേഷൻ ഓഫ് എ ഹാർഡ് ഇൻഡന്റർ ഇൻ ടു ദ ടെസ്റ്റ് പീസ് അണ്ടർ ദ ആക്ഷൻ ഓഫ് 2 കോൺസിക്യൂട്ടീവ്ലി അപ്ലൈഡ് ലോഡ്സ്. ഇപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് 2 ലോഡാണ് നമ്മൾ പ്രധാനമായിട്ടും റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റിൽ യൂസ് ചെയ്യുന്നത്. ഒരു മൈനർ ലോഡും ഉണ്ട്, മേജർ ലോഡും ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഹാർഡ് ഇൻഡന്റർ ആണ് യൂസ് ചെയ്യുന്നത്. In order to eliminate zero error of the instrument and possible surface effect of the test piece due to roughness or scale, minor load is first applied. അപ്പോൾ ഈ എററൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ആദ്യമേ ജസ്റ്റ് ആ ഇൻഡന്ററിൽ വരെ ടച്ച് ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡാണ് ഈ മൈനർ ലോഡ് എന്ന് പറയുന്നത്. അതിന് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ഇനിഷ്യൽ ഇൻഡന്റേഷൻ. അവിടെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ പഞ്ച് ചെയ്യുന്നതിന് മുമ്പ്, 90 ഡിഗ്രി പഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇംപ്രഷൻ ആദ്യം ഉണ്ടാക്കുമെന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെയാണ് റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റിൽ മൈനർ ലോഡ് ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. ഒരു ഇനീഷ്യൽ ഇൻഡന്റേഷൻ നമ്മളവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ടെസ്റ്റ് ഹാസ് 9 സ്കെയിൽസ് ഓഫ് ഹാർഡ്നെസ്. അപ്പോൾ ഇതിൽ 9 സ്കെയിൽസ് ഉണ്ടെന്ന് ഓർക്കുക. ഓക്കെ, ഇപ്പോൾ റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റിൽ 9 സ്കെയിൽസ് ഉണ്ട്. അതെന്ന് പറയുന്നത് A to H വരെയാണുള്ളത്. അപ്പോൾ ഈ പോയിന്റ് നോട്ട് ചെയ്യുക, A to H ആൻഡ് K. അതിൽ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് B ആൻഡ് C സ്കെയിലാണ്. ഓക്കെ, ഇപ്പോൾ RHS C എന്നൊക്കെ പറഞ്ഞ് നമ്മൾ 60 RHC ആ രീതിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, HRC എന്നുള്ള രീതിയിൽ. ബട്ട് B ആൻഡ് C സ്കെയിൽസ് ആർ വൈഡ്ലി യൂസ്ഡ്. പിന്നെ B സ്കെയിൽ യൂസസ് ഹാർഡ് ആൻഡ് സ്റ്റീൽ ബോൾ ഇൻഡന്റർ. അപ്പം B സ്കെയിൽ യൂസ് ചെയ്യുന്നത് ഹാർഡ് ആൻഡ് സ്റ്റീൽ ബോൾ ഇൻഡന്റർ ആണ്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ടെസ്റ്റിംഗ് സോഫ്റ്റ് മെറ്റീരിയൽസ് ലൈക്ക് കോപ്പർ, അലൂമിനിയം, ബ്രാസ്. അപ്പം B സ്കെയിൽ യൂസ് ചെയ്യുന്നത് സോഫ്റ്റ് മെറ്റീരിയൽ ആയിട്ടുള്ള കോപ്പർ, അലൂമിനിയം, ബ്രാസിനാണെന്ന് ഓർക്കുക. C സ്കെയിൽ യൂസ് ചെയ്യുന്ന ഡയമണ്ട് കോൺ ഇൻഡന്റർ ആണ്. ഓക്കെ, ഡയമണ്ട് കോൺ ഇൻഡന്റർ ആണ്.
120 അവിടുത്തെ എപ്പെക്സ് ആംഗിൾ എന്ന് പറയുന്നത്. ഇത് ഹാർഡ് മെറ്റീരിയൽസ് ലൈക്ക് അലോയ് കാസ്റ്റ് ആൻഡ് ഹാർഡൻഡ് സ്റ്റീൽസിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ഇതാണ് ഒരു റോക്ക്വെൽ ഹാർഡ്നസ് ടെസ്റ്റിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തും സ്ക്രൂ ഉണ്ട്, ഇൻഡൻറ്റർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ഈ ഹാൻഡ് വീല് റൈസ് ചെയ്ത് അതിൽ ടച്ച് ചെയ്ത് മൈനർ ലോഡ് അപ്ലൈ ചെയ്യും. എന്നിട്ട് നമ്മൾ ആ ലോഡിംഗ് ലിവർ വെച്ചിട്ടാണ് മേജർ ലോഡ് അപ്ലൈ ചെയ്യുന്നത്. ദ മൈനർ ലോഡ് ഫോർ ഓൾ കേസസ് ഈസ് 10 കിലോഗ്രാം ഫോഴ്സ്. മൈനർ ലോഡ് എന്ന് പറയുന്നത് 10 കിലോഗ്രാം ഫോഴ്സ് ആണ്. വേറാസ് എ മേജർ ലോഡ് ഫോർ സ്കെയിൽ ബി ആൻഡ് സ്കെയിൽ സി ആർ, സ്കെയിൽ ബിക്ക് 100ഉം സ്കെയിൽ സിക്ക് 150 കിലോഗ്രാം ഫോഴ്സും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇൻക്ലൂഡിങ് മൈനർ ലോഡ്. ഈ 10 ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഡ്യൂറിങ് ദ ടെസ്റ്റ് സ്പെസിമെൻ ഈസ് പ്ലേസ്ഡ് ഓൺ ദ ആൻവിൽ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൻവിലായിരിക്കും നമ്മുടെ ടെസ്റ്റ് സ്പെസിമെൻ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ഹാൻഡ് വീല്, ഇവിടെ ഒരു ഹാൻഡ് വീല് കാണും, അത് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഇതെന്ന് പറയുന്നത് മുകളിലോട്ട് റൈസ് ചെയ്യും. thereby raising the test piece up against the indenter till the needle on the dial reads 0. അപ്പോൾ ആ ഡയൽ 0 റീഡ് ചെയ്യുന്നത് വരെ റൈസ് ചെയ്യുന്നത്. ദിസ് അപ്ലൈസ് മൈനർ ലോഡ്. എന്നിട്ട് ആ മൈനർ ലോഡ് 10 കിലോഗ്രാം ഫോഴ്സ് പറഞ്ഞത് അത് അപ്ലൈ ചെയ്യും. മേജർ ലോഡ് ഈസ് അപ്ലൈഡ് ബൈ ടേണിംഗ് ദ ലോഡിംഗ് ലിവർ. ഇതാണ് ലോഡിംഗ് ലിവർ. ഇത് താഴത്തോട്ട് വലിക്കാൻ നേരത്ത് മേജർ ലോഡ് നമ്മൾ അപ്ലൈ ചെയ്യും. ഡൗൺവേർഡ് ഡയറക്ഷൻ ലോഡ് ഈസ് മെയിൻറ്റെയിൻ അപ് ടു ഫോർ 15 സെക്കൻഡ്. ആ ലോഡ് എന്ന് പറയുന്നത് 15 സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്യും, പിന്നെ അതിനുശേഷം റിലീസ് ചെയ്യും. അറ്റ് ദിസ് സ്റ്റേജ് ഹാർഡ്നസ് ഓഫ് ദ മെറ്റീരിയൽ ക്യാൻ ബി ഡയറക്ട്ലി റീഡ് ഫ്രം ദ ഡയൽ സ്കെയിൽ. അപ്പോൾ ഈ ടെസ്റ്റിൽ എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് ഡയൽ സ്കെയിലിൽ നിന്ന്, ഇതാണ് നമ്മുടെ ഡയൽ സ്കെയിൽ. ഓക്കെ, ഈ ഡയൽ സ്കെയിലിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് റീഡ് ചെയ്യാൻ പറ്റും ഹാർഡ്നസ്. ഓൺ റോക്ക്വെൽ നമ്പർ കറസ്പോണ്ട്സ് ടു എ പെനട്രേഷൻ ഓഫ് 0.002 mm. In certain type Rockwell harness testing machine, dial scale shows the depth of penetration of the indenter. ചില റോക്ക്വെൽ ഹാർഡ്നസ് ടെസ്റ്റിംഗ് മെഷീനിൽ ഹാർഡ്നസ് കൂടാതെ അതിൻ്റെ ഡെപ്ത് ഓഫ് പെനട്രേഷൻ കൂടെ ഇൻഡിക്കേറ്റ് ചെയ്യും ഡയൽ സ്കെയിലിൽ. ഡ്യൂറിങ് ദ ആപ്ലിക്കേഷൻ ഓഫ് ലോഡ് ദ റോക്ക്വെൽ ഹാർഡ്നസ് നമ്പർ ക്യാൻ ബി കാൽക്കുലേറ്റ് യൂസിങ് ദ റിലേഷൻ. അപ്പോൾ ഇതിലും ഒരു റിലേഷൻഷിപ്പ് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അതിൻ്റെ പെനട്രേഷൻ എന്ന് പറയുന്നത് 0.002 mm ആണ്. ഇപ്പോൾ 130, ഇപ്പം ബി സ്കെയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ റോക്ക്വെൽ ബി നമ്പർ. ഓക്കെ, അതാണ് RHB എന്ന് കൊടുത്തിരിക്കുന്നത്. ആ ബി സ്കെയിലിൽ കാണാനുള്ള ഇക്വേഷൻ 130 മൈനസ് ഡെപ്ത് ഓഫ് ഇൻഡൻറ്റേഷൻ ഇൻ mm ഡിവൈഡ് ബൈ 0.002 ആണ്. റോക്ക്വെൽ സി നമ്പർ എന്ന് പറയുന്നത് റോക്ക്വെൽ ഹാർഡ്നസ് ടെസ്റ്റ് സി സ്കെയിലിൽ മെഷർ ചെയ്യുന്നതാണ്, RHC എന്ന് പറയുന്നത്. ഓക്കെ, അത് 100 മൈനസ് ഡെപ്ത് ഓഫ് ഇൻഡൻറ്റേഷൻ ഇൻ mm ബൈ 0.002 ആണ്. നിങ്ങൾ ഈ ഇക്വേഷൻ ഒന്ന് കാണാൻ പഠിക്കേണ്ട, ജസ്റ്റ് ഇത് വായിച്ചിട്ട് പോയാൽ മതി. ഇതിൽ നിന്ന് ചോദിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും പേര് തരും, ഇത് ഏത് ടെസ്റ്റ് ആണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ആ ടെസ്റ്റിൽ എന്താ നടക്കുന്നതെന്നുള്ള കാര്യവും ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഹാർഡ്നസ് വാല്യൂ 60 RHC ഇൻഡിക്കേറ്റ്സ് റോക്ക്വെൽ ഹാർഡ്നസ് ഓഫ് 60 മെഷർഡ് ഓൺ സി സ്കെയിൽ. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ചോദിക്കാം, 60 RHC എന്ന് തന്നിട്ടുണ്ട്, ഇത് ഏത് ടെസ്റ്റിംഗ് മെഷീനിലാണ്, അല്ലെങ്കിൽ ഏത് ഹാർഡ്നസ് നമ്പറാണ്, അല്ലെങ്കിൽ ഏത് സ്കെയിലാണെന്നുള്ള രീതിയിൽ ചോദിക്കാം. എന്നിട്ട് ഈ വിക്കേഴ്സും ബാക്കി ഹാർഡ്നസ് ടെസ്റ്റിൻ്റെ പേരും തരും. ഓക്കെ, മെയിൻലി ഈ ഹാർഡ്നസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ഫയലിൻ്റെ ഹാർഡ്നസ് എത്രയാണ് ആ രീതിയിലേക്കായിരിക്കും ക്വസ്റ്റ്യൻ വരിക. റോക്ക്വെൽ ടെസ്റ്റ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രി ഡ്യൂ ടു ദ റാപ്പിഡിറ്റി ആൻഡ് സിംപ്ലിസിറ്റി ആൻഡ് ഹൈ ആക്യുറസി. ആസ് ദ ഏരിയ ഓഫ് ഇൻഡൻറ്റേഷൻ ഈസ് വെരി സ്മോൾ, ടെസ്റ്റ് ക്യാൻ ബി ക്യാരിഡ് ഔട്ട് ഓൺ ഫിനിഷ്ഡ് ആർട്ടിക്കിൾസ്. ഇപ്പോൾ ഈ റോക്ക്വെൽ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്നതാണ്. റാപ്പിഡിറ്റി ആൻഡ് സിംപ്ലിസിറ്റി, ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഹൈ ആക്യുറസി ആണ്. ഇപ്പോൾ ഏരിയ ഓഫ് ഇൻഡൻറ്റേഷൻ ഈസ് വെരി സ്മോൾ, ടെസ്റ്റ് ക്യാൻ ബി ക്യാരിഡ് ഔട്ട് ഓൺ ഫിനിഷ്ഡ് ആർട്ടിക്കിൾ. ചെറിയ പാർട്ടിക്കിൾസിൽ വരെ നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇൻഡൻറ്റേഷൻ എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണ് നടക്കുന്നത്. പെനട്രേഷൻ എന്ന് പറയുന്നത് 0.002 ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹാർഡ്നസ് ടെസ്റ്റ് ഇത്രയാണ് നമുക്ക് ബേസിക്കലി പഠിക്കാനുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇമ്പാക്ട് ടെസ്റ്റ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറയുന്നത് ഇമ്പാക്ട് ടെസ്റ്റ് ചെയ്യാൻ നേരത്തെ നമുക്ക് കണ്ടുപിടിക്കുന്ന പ്രോപ്പർട്ടി ഏതാണെന്ന് ചോദിക്കാം. അതെന്ന് പറയുന്നത് ടഫ്നെസ് ആണ്. ഓക്കെ, ടഫ്നെസ് ഓഫ് ദ മെറ്റീരിയൽ. പിന്നെ ഏതൊക്കെ തരം ടെസ്റ്റ് ഉണ്ട്? ഐസോഡും ഉണ്ട്, ചാർപ്പിയും ഉണ്ട്. ഓക്കെ, ഐസോഡ് ആൻഡ് ചാർപ്പി. ക്വസ്റ്റ്യൻ ചിലപ്പം ഇതേപോലെ ആയിരിക്കും. ഈ കാണുന്നവയിൽ ഇമ്പാക്ട് ടെസ്റ്റ് മെഷീൻ അല്ലെങ്കിൽ ഇമ്പാക്ട് ടെസ്റ്റ് ഏതാണെന്നുള്ള രീതിയിൽ ഐസോഡോ ചാർപ്പിയോ അതിൻ്റെ കൂടെ ഈ ഹാർഡ്നസ് ടെസ്റ്റോ മറ്റ് ടെസ്റ്റുകളോ തരും. ഓക്കെ, അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കുക.
ഇത് നമ്മൾ ലാബിൽ ചെയ്തിട്ടുള്ളതാണ്. ഒരു ടെസ്റ്റ് സ്പെസിമെൻ ഇവിടെ സെറ്റ് ചെയ്യും. ഒരു ടെസ്റ്റ് സ്പെസിമെൻ നമ്മളിവിടെ സെറ്റ് ചെയ്യും. അതെന്ന് പറയുന്നത് ഈ ഹാമർ ഉണ്ടല്ലോ, ഹാമർ റൈസ് ചെയ്തിട്ട് ഇതിലേക്ക് സ്ട്രൈക്ക് ചെയ്യും. സ്ട്രൈക്ക് ചെയ്തതിന് ശേഷം ഇത് പോകേണ്ട ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു അളവുണ്ടായിരുന്നു. ഓക്കെ, അതായത് ഈ ഹൈറ്റിൽ തന്നെയാണോ ഇവിടെ പോകുന്നത്. അപ്പോൾ ഇതിൽ സ്ട്രൈക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ട് ഇതിൻ്റെ ആ മൂവ്മെൻറ്റ് കുറയും. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് ലോസ് ആവും. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ എത്രത്തോളം ഇമ്പാക്റ്റ് ഇവിടെ ഉണ്ടായി, എത്രത്തോളം ടഫറാണ് ആ മെറ്റീരിയൽ എന്ന് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇമ്പാക്റ്റ് ടെസ്റ്റിംഗ് ബിക്കംസ് എസെൻഷ്യൽ ഇൻ ഓർഡർ ടു സ്റ്റഡി ദ ബിഹേവിയർ ഓഫ് മെറ്റീരിയൽ അണ്ടർ ഡൈനാമിക് ലോഡിംഗ്. ഡൈനാമിക് ലോഡിങ്ങിൽ ആ മെറ്റീരിയലിൻ്റെ ബിഹേവിയർ കണ്ടുപിടിക്കാനായിട്ട് ഇമ്പാക്റ്റ് ടെസ്റ്റിംഗ് എസെൻഷ്യലാണ്. മെറ്റീരിയൽ സംടൈംസ് ഫെയിൽ വെൻ സബ്ജക്റ്റഡ് ടു സഡൻലി അപ്ലൈഡ് ലോഡ്സ്. അപ്പോൾ പെട്ടെന്ന് നമ്മളൊരു ഇമ്പാക്റ്റ് ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ ഫെയിൽ ആകാൻ ചാൻസ് ഉണ്ട്. ദ കപ്പാസിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു വിത്ത്സ്റ്റാൻഡ് സഡൻലി അപ്ലൈഡ് ലോഡ്സ് വിത്തൗട്ട് ഫ്രാക്ചർ ഈസ് നോൺ ആസ് ഇമ്പാക്റ്റ് റെസിസ്റ്റൻസ് ഓർ ഇമ്പാക്റ്റ് സ്ട്രെങ്ത്. അതിനെ തന്നെയാണ് നമ്മൾ ടഫ്നെസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, സഡൻലി അപ്ലൈഡ് ലോഡിനെ വിത്തൗട്ട് ഫ്രാക്ചർ, ഓക്കെ, അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ആ കഴിവിനെ ഇമ്പാക്റ്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് സ്ട്രെങ്ത് എന്ന് പറയും. ഇതെന്ന് പറയുന്നത് ടഫ്നെസ് ഓഫ് ദ മെറ്റീരിയലിന്റെ ഇൻഡിക്കേഷൻ ആണ്. ദ എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ് ബൈ ദ മെറ്റൽ ഡ്യൂറിംഗ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ. അപ്പോൾ ടഫ്നെസ്സിന് എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ് ബൈ ദ മെറ്റൽ ഡ്യൂറിംഗ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ എന്നും നമുക്ക് പറയാം. ഇമ്പാക്റ്റ് ടെസ്റ്റ് ആർ പെർഫോംഡ് ഓൺ എ പെൻഡുലം ടൈപ്പ് ഇമ്പാക്റ്റ് ടെസ്റ്റിംഗ് മെഷീൻ. ഓക്കെ, 2 ടൈപ്പ് ഓഫ് ടെസ്റ്റ് ആണ് നമ്മൾ കോമൺലി കണ്ടക്ട് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് ചാർപി, 2 ഐസോയ് ടെസ്റ്റ്. ഈ ചാർപി ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്പെസിമെൻസ് പ്ലേസ് ചെയ്യുന്നത് ആൻവിലിൽ എങ്ങനെയാണെന്ന് ചോദിക്കും. അതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം, അതായത് സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഇതൊരു ബീം 2 സ്ഥലത്ത് സപ്പോർട്ട് കാണും. ഓക്കെ, ഇപ്പം ഇതിൽ 2 ആൻവിൽ കാണും. ആൻവിലിൻ്റെ പുറത്തായിരിക്കും നമ്മൾ പീസ് സപ്പോർട്ട് ചെയ്യുന്നത്. എന്നിട്ട് അതിലൊരു വി നോച്ച് പ്രൊവൈഡ് ചെയ്യും between 2 anvils of the machine as shown figure. Standard specimen for ചാർപി ടെസ്റ്റ്. അപ്പോൾ ഈ കാണുന്ന ഫിഗറാണ് ചാർപി ടെസ്റ്റിന്. ഇതെന്ന് പറയുന്നത് 2 സപ്പോർട്ടാണ്. ഇതാണ് നമ്മൾ വീന വെച്ച് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ആയിരിക്കും ആ ബ്ലോ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് സ്പെസിമെൻ എന്ന് പറയുന്നത് നമ്മൾ ചാർപി ടെസ്റ്റിൽ യൂസ് ചെയ്യുന്നത് 5510 × 10 mm സൈസാണെന്ന് ഓർക്കുക. അതിൻ്റെ ആൻസർ 2 mm ഡീപ്പ് നോച്ച് നമ്മൾ സെൻറ്ററിൽ 45 ഡിഗ്രി ആംഗിളിൽ കട്ട് ചെയ്യും. അപ്പം ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത് സ്റ്റാൻഡേർഡ് സ്പെസിമെൻ്റെ അളവ് 55 to 10 × 10 ആണ്. 2 mm ഡീപ്പ് നോച്ചാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അതിൻ്റെ സെൻറ്റർ ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഐസോ ടെസ്റ്റ് ആണ്. ഐസോ ടെസ്റ്റ് എന്ന് പറയാൻ നേരത്ത് ഇതൊരു കാൻഡിലിവർ പ്രൊജക്ഷൻ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ 2 ജോസ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു കാൻഡിലിവർ പ്രൊജക്ഷനായിട്ട്, അതായത് ഒരു സൈഡിൽ ഒരു ഐസ് വെച്ച് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കും, ബാക്കി പ്രൊജക്റ്റ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ വീന വെച്ച് നമ്മൾ അതിലും കട്ട് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ടെസ്റ്റ് സ്പെസിമെൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് നോട്ട് ചെയ്യുക. നേരത്തെ 55 × 10 × 10 ആയിരുന്നെങ്കിൽ ഇവിടെ 75 × 10 × 10 ആണ്. പിന്നെ 2 mm ഡീപ്പ് നോച്ച് തന്നെയാണ്. 45 ഡിഗ്രിയാണ് ആ വീന വെച്ച് നമ്മൾ കൊടുക്കുന്നത്. ദ റിമൈനിങ് ടെസ്റ്റ് പ്രൊസീജിയർ ഈസ് സെയിം ഫോർ ചാർപി ആൻഡ് ഐസോ ടെസ്റ്റ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു സ്വിംഗ് പെൻഡുലം കാണും. ആ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു നിശ്ചിത ഹൈറ്റിൽ നമ്മൾ ഉയർത്തും. ദ സ്വിംഗ് പെൻഡുലം വെയിറ്റ് ഈസ് റൈസ് ടു സ്റ്റാൻഡേർഡ് ഹൈറ്റ് ഡിപ്പെൻഡിങ് അപ്പ് ഓഫ് ദ ടൈപ്പ് ഓഫ് സ്പെസിമെൻ. സ്പെസിമെൻ്റെ ഇതനുസരിച്ച് ഇപ്പോൾ ഒരു ലൈറ്റർ ആയിട്ടുള്ളതിന് ഒരുപാട് ലോഡ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആ പെൻഡുലം ഉയർത്തും. ആസ് ദ പെൻഡുലം ഇസ് റിലീസ്ഡ് ഇറ്റ് സ്ട്രൈക്സ് ദ സ്പെസിമെൻ അറ്റ് ദ ബോട്ടം ഓഫ് ഇറ്റ്സ് സ്വിങ്. അപ്പോൾ താഴത്തോട്ട് പോകാൻ നേരത്ത് ആ പെൻഡുലം ഇതിൽ സ്ട്രൈക്ക് ചെയ്യും. വെൻ ഇറ്റ് സ്ട്രൈക്സ് ദ സ്പെസിമെൻ പെൻഡുലം ലോസസ് ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ബ്രേക്ക് ദ സ്പെസിമെൻ. അതായത് ഈ സ്പെസിമെൻ ഈ പെൻഡുലം ഇതിൽ സ്ട്രൈക്ക് ചെയ്യാൻ നേരത്ത് അതിൻ്റെ എനർജി ലോസ് സംഭവിക്കും, ബ്രേക്ക് ദ സ്പെസിമെൻ, ആൻഡ് സോ ഇറ്റ് വിൽ നോട്ട് സ്വിങ് ടു ദ ഫുൾ ഹൈറ്റ്. ഇപ്പോൾ ഇത്രയും ഉയർത്തി വെച്ചതാണ്, അത് ആ ഫുൾ ഹൈറ്റിൽ സ്വിങ് ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ ഒരു മെറ്റീരിയലിൽ സ്ട്രൈക്ക് ചെയ്യാൻ നേരത്ത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ നോട്ട് ചെയ്യുന്നത്. Swing to full height from which it was released. The energy required to rupture the specimen is function of angle of the rise of pendulum and can be read from the graduated scale of the impact testing machine. അപ്പം ആ റപ്ചർ സംഭവിക്കുന്ന എനർജി നമ്മൾക്ക് ഗ്രാജുവേറ്റഡ് സ്കെയിലിൽ അറിയാൻ പറ്റും.
ഇമ്പാക്ട് ടെസ്റ്റിംഗ് മെഷീൻ അത് കിലോഗ്രാം മീറ്ററിലോ ജൂളിലോ ആയിരിക്കും. എമൗണ്ട് ഓഫ് എനർജി യൂസ്ഡ് ഇൻ റപ്ചറിംഗ് ദ സ്പെസിമെൻ വിത്തൗട്ട് റിഗാർഡ് ടു ലോസസ് ഇസ് കാൽക്കുലേറ്റഡ് ആസ് ഫോളോസ്. അപ്പം നമുക്ക് ആ പെൻഡുലത്തിന്റെ ആദ്യമേ ഇനീഷ്യൽ എനർജി നമ്മൾ നോട്ട് ചെയ്യും. അതെന്ന് പറയുന്നത് WH ആണ്. എനർജി ആഫ്റ്റർ റപ്ചർ എന്ന് പറയുന്നത് WH1 ആണ്. ആ ഹൈറ്റ് ആണ് ആ H1 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. പിന്നെ എനർജി ടു റപ്ചർ സ്പെസിമെൻ എന്ന് പറയുന്നത് ആ ഹൈറ്റിന്റെ ഡിഫറൻസ് ആണ്. ഓക്കെ. W ഇൻറ്റു H-H1 കിലോ ജൂൾ അല്ലെ കിലോഗ്രാം മീറ്റർ. ഓക്കെ. ദ ഇമ്പാക്ട് സ്ട്രെങ്ത് ഇസ് ദ എനർജി റിക്വയർഡ് ടു ഫ്രാക്ചർ ദ സ്പെസിമെൻ റെഫേർഡ് ടു യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ സ്പെസിമെൻ അറ്റ് നോച്ച്ഡ് ക്രോസ് സെക്ഷൻ. ഇപ്പം ഇമ്പാക്ട് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആ എനർജി, ഇപ്പം എനർജി ടു റപ്ചർ സ്പെസിമെനെ നമ്മൾ കണ്ടുപിടിച്ചു. അതിനെ ആ നോച്ച്ഡ് സ്പെസിമെൻ്റെ ക്രോസ് സെക്ഷൻ വെച്ച്, ക്രോസ് സെക്ഷണൽ ഏരിയ വെച്ച് ഡിവൈഡ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഇമ്പാക്ട് സ്ട്രെങ്ത് കിട്ടും. അതാണ് നെക്സ്റ്റ് ഇക്വേഷനായിട്ട് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അതായത് WH/H1 ഡിവൈഡ് ബൈ A. അപ്പോൾ ഇമ്പാക്ട് സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യം എനർജി ടു റപ്ചർ ദ സ്പെസിമെൻ ഡിവൈഡ് ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ അറ്റ് നോച്ച് ആണെന്ന് ഓർക്കുക. അപ്പോൾ ഈ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. എനർജി ടു റപ്ചർ ദ സ്പെസിമെൻ ഡിവൈഡഡ് ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ അറ്റ് നോച്ച്. അപ്പോൾ അത് എക്സ്പ്രസ് ചെയ്യുന്നത് കിലോ ജൂൾ പെർ മീറ്റർ സ്ക്വയർ അല്ലെ കിലോഗ്രാം മീറ്റർ പെർ mm സ്ക്വയറിലാണെന്ന് ഓർക്കുക. ഇതിൽ W എന്ന് പറയുന്നത് ആ പെൻഡുലത്തിന്റെ വെയിറ്റ് ആണ്. H എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ഫോൾ ഓഫ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് പെൻഡുലം. H1 എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് റൈസ് ഓഫ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് പെൻഡുലം ആഫ്റ്റർ സ്ട്രൈക്കിംഗ് ദ സ്പെസിമെൻ. ആ സ്പെസിമെനിൽ സ്ട്രൈക്ക് ചെയ്തതിന് ശേഷം ആ പെൻഡുലത്തിന്റെ ഹൈറ്റ് ആണ്. ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻലി നോട്ട് ചെയ്യാനുള്ളത്. ഈ ഇക്വേഷൻ ഒന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട. ഇതിൽ മെയിൻലി ചോദിക്കാൻ നിങ്ങൾക്ക് ചാൻസ് ഉള്ളത് ഈ ഐസോയ് ടെസ്റ്റ്, ടാർപി ടെസ്റ്റ്, അത് ഏതിലാണ് ഉൾപ്പെടുന്നത്, പിന്നെ ബ്രിണൽ ഹാർഡ്നസ് ടെസ്റ്റിംഗ് മെഷീൻ, അതുപോലെയുള്ള ഇതിൽ ഹാർഡ്നസ് ടെസ്റ്റിംഗ് മെഷീൻ ഏതാണ്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഡയറക്റ്റ് ആയിരിക്കും ചോദിക്കുന്നത്. പിന്നെ അതിൻ്റെ പ്രൊസീജിയർ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡിപ്ലോമ ലെവലായിട്ടുള്ള ഈ ടെക്സ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പം എക്സാമിൻ്റെ ഡേറ്റ് മാറ്റുമോയെന്നോർത്ത് ആരും പഠിക്കാതിരിക്കേണ്ട. അതൊക്കെ ഗവൺമെൻറ് തീരുമാനങ്ങളാണ്. നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു പോവുക. പിന്നെ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.